ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീ ടീച്ചർ. നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ചെയിൻ റൂള്. ചെയിൻ റൂൾ എന്ന വാക്കിൽ തന്നെയുണ്ട് എന്താണ് ചങ്ങല, അല്ലേ? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഡെറിവേറ്റീവ് എടുക്കേണ്ട വരുമ്പോൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുത്ത് ചെയിൻ പോലെ പോകുന്നു. അത് തന്നെയാണ് ചെയിൻ റൂളിൽ പറയുന്നത്. എന്താ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ dy by dx ഈക്വൽ ടു dy by du ഇൻറ്റു du by dx. അതായത് ഒരു ഫങ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ഇപ്പോൾ വൈയെ നമ്മൾ യു കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പിന്നെ ആ യുവിനെ നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അങ്ങനെ ഓരോന്നും ചെയിനായിട്ട് ഡെറിവേറ്റീവ് എടുത്ത് പോകുന്നതിനെയാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല ടൈപ്പായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. 5-6 ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. ഓരോ ടൈപ്പ് നന്നായിട്ട് പഠിക്കണം. ഈ ചെയിൻ റൂളിൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഡെറിവേറ്റീവ് എന്ന ചാപ്റ്റർ പഠിക്കാനും ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യാനും പോകാൻ പോളൂ. ഈ ചെയിൻ റൂൾ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ എല്ലാ പ്രോബ്ലവും ഈസിയാണ്. ഇതിനകത്ത് വരുന്ന ഓരോ ടൈപ്പിലും ഈ ചാപ്റ്ററിൻ്റെ ഫുൾ പ്രോബ്ലംസ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിൻ റൂളിൻ്റെ വീഡിയോ നല്ല ഭംഗിയായിട്ട് ഓരോന്നും കാണണം. അതും ഇക്വേഷൻസും, ഇത് രണ്ടുമാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കത് ചെയിൻ റൂളിൻ്റെ ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഇത് നമുക്കൊരു ഇക്വേഷനായിട്ട് അറിയാം. എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് പല ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2 റേസ് ടു എ സ്ക്വയർ. എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നാ വെച്ചങ്ങളെ, എ റേസ് ടു എക്സ് അങ്ങനെ തന്നെ വന്നു, പിന്നെ ഈ ലോഗ് എ വന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 റേസ് ടു എക്സ് സ്ക്വയർ. ആ ക്വസ്റ്റ്യൻ എന്താണോ അത് അങ്ങനെ തന്നെ വരും. പിന്നെ നമുക്ക് ലോഗ് 2 വരും. പിന്നെ എന്തോടെ വരും? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തുകൂടി വരും അവിടെ? ഇൻറ്റു 2x വരും. ഇതാണ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ എഴുതി, ഇവിടെ ഏത് നമ്പർ വരുന്നു അതിന് ലോഗ് ചേർത്തു, പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ സെക്കൻഡ് വൺ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 5 റേസ് ടു എക്സ് ക്യൂബ് എന്ന് വെച്ചോ. അപ്പോൾ എന്ത് വരും? നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും, 5 റേസ് ടു എസ് ക്യൂബ്. പിന്നെ എന്താ വരുന്നത്? ലോഗ് 5. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ എക്സ് ഒഴിച്ച് വരുന്ന ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ്. അതേതാണ്? എസ് ക്യൂബ്. എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3s സ്ക്വയർ. അപ്പോൾ അവിടെ ഇൻറ്റു എന്തോടെ വരും? 3s സ്ക്വയറോടെ വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതേപോലെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ വേറെ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 7 റേസ് ടു റൂട്ട് എക്സ് ആണെന്ന് വെച്ചോ. 7 റേസ് ടു റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ ആദ്യമേ ക്വസ്റ്റ്യൻ വരും, അല്ലേ? അപ്പോൾ എന്ത് വരും? 7 റേസ് ടു റൂട്ട് എക്സ് വരും, പിന്നെ ലോഗ് 7 വരും. ലോഗ് ചേർത്ത് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതിനെ ചേർത്ത് കൊടുക്കണം. പിന്നെ എന്തോടെ വരും? ഈ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഇക്വേഷൻ നമ്മൾ എപ്പോഴും പഠിക്കണതിൻ്റെ മുകളിൽ എഴുതി വെക്കണം. ഡൗട്ട് വന്നാൽ അപ്പം നോക്കിക്കോളണം. അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 റൂട്ട് എക്സ് വരും. ആൻസർ ആയി കഴിഞ്ഞു. വല്ല പാടുണ്ടോ? അടുത്ത നെക്സ്റ്റ് വൺ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് 5 റേസ് ടു ടാൻ എക്സ് ആണെന്ന് വെച്ചോ. ആദ്യം എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ എന്താണോ അത് അങ്ങനെ തന്നെ ഇറക്കി എഴുതണം, അല്ലേ? അപ്പോൾ എന്ത് വരും? 5 റേസ് ടു ടാൻ എക്സ്. പിന്നെ എന്തുകൂടി വരും? ഇത് 5 ആണ്. അപ്പം ലോഗ് 5. എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്, അല്ലേ? അപ്പോൾ ഇവിടെ ആ എക്സിൻ്റെ സ്ഥാനത്ത് ഏതാ മക്കളെ കിടക്കുന്നത്? ഈ ടാൻ എക്സ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ ആ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സി സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻറ്റു എന്തോടെ വരും? സി സ്ക്വയർ എക്സ്. ഇക്വേഷൻ അറിയാൻ പാടില്ലെങ്കിൽ വല്ല കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ അതാണ് ഇക്വേഷൻ നിർബന്ധമായിട്ട് നന്നായിട്ട് പഠിക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 5 റേസ് ടു ലോഗ് എക്സ്.
എന്തായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്? ആദ്യം എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. അപ്പോൾ എന്ത് വരും? 5 log x വരും. പിന്നെ എന്ത് വേണം? log 5 വരും അല്ലേ? log 5 തീർന്നോ? ഇല്ല. log എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചേക്കണേ? 1/x. അപ്പോൾ ഇൻറ്റു എന്തോടെ വരും? 1/x. കാരണം നമുക്കറിയാം d/dx ഓഫ് log x എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പോൾ log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ആ 1/x വരുമ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. d/dx ഓഫ് 8 raised to sec x. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഇറക്കി എഴുതണം അല്ലേ? ഏതായിരിക്കും എഴുതണ്ടേ? 8 raised to sec x. പിന്നെ എന്ത് എഴുതണം? ലോഗ് ഇവിടെ വരുന്ന കോൺസ്റ്റൻ്റ് എഴുതണം. അവിടെ വരുന്ന കോൺസ്റ്റൻ്റ് ഏതാ? 8 അല്ലേ? അപ്പോൾ എന്ത് വരും? log 8. തീർന്നോ? എന്തിൻ്റെ ഡെറിവേറ്റീവോടെ എഴുതണം? sec x. എന്താണ് നമ്മൾ d/dx ഓഫ് sec x എന്താ നമ്മൾ പഠിച്ചേക്കണേ? sec x ഇൻറ്റു tan x അല്ലേ? അപ്പോൾ അവിടെ ഇൻറ്റു എന്തോടെ വരും? sec x ഇൻറ്റു tan x ഓടെ വരും. sec x ഇൻറ്റു tan x ഓടെ വരും. അപ്പോൾ sec xൻ്റെ ഡെറിവേറ്റീവും കൂടെ വരും. ക്ലിയർ ആയല്ലോ? ദെൻ ആണ് അനദർ എക്സാമ്പിൾ. ഇത് 6. ദെൻ 7th ക്വസ്റ്റ്യൻ. d/dx ഓഫ് 4 raised to sin x. ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും? നിങ്ങൾ തന്നെ എഴുതി നോക്കിക്കേ. ആദ്യം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. 4 raised to sin x. എന്തോടെ വരും പിന്നെ? ഇത് ഈ ഇവിടെ വരുന്ന കോൺസ്റ്റൻ്റ് ഏതാ? 4 അല്ലേ? അപ്പം log 4. തീർന്നോ? എന്തിൻ്റെ ഡെറിവേറ്റീവോടെ എടുക്കണം? ഈ വരുന്ന സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവോടെ എടുക്കണം. എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ്? കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അത് നന്നായിട്ട് അങ്ങ് പഠിച്ചോണം. ദെൻ ആൻസറായി. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ ചെയിൻ റൂളിൽ ഓരോ ടൈപ്പായിട്ട് ഓരോ ഇക്വേഷൻ പഠിക്കും. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ചെല്ലും തോറും ലോഗരിതമിക്കിനകത്തും പാരാമെട്രിക്കിനകത്തും ഹയർ ഡെറിവേറ്റീവിനകത്തൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ വീഡിയോസ് കാണണം. ഓരോന്നും ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കാൻ തന്നേക്കണം ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുകയും ചെയ്യണം.